മലയാളത്തിലെ എക്കാലത്തെയും ഹിറ്റ് ചിത്രങ്ങളിലൊന്നായ മണിച്ചിത്രത്താഴിന് വീണ്ടും തിയേറ്ററുകളിൽ വൻ വരവേൽപ്പാണ് ലഭിക്കുന്നത്. ഫാസിലിന്റെ സംവിധാനത്തിൽ 93-ൽ റിലീസ് ചെയ്ത ചിത്രത്തിന്റെ 4K റീമാസ്റ്റേർഡ് പതിപ്പാണ് പുതുതലമുറ പ്രേക്ഷകരെ അടക്കം ലക്ഷ്യമിട്ട് പ്രദർശനത്തിന് എത്തിയിരിക്കുന്നത്. ഇന്ത്യൻ സിനിമയുടെ വിസ്മയ ചിത്രമാണ് 1993-ൽ ഫാസിൽ സംവിധാനം ചെയ്ത മണിച്ചിത്രത്താഴ്. 31 വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇന്നും മോടി നഷ്ടപ്പെടാത്ത ചിത്രം പുതിയ രൂപത്തിൽ 4K മാസ്റ്ററിംഗ് ചെയ്ത് റിലീസ് ചെയ്തപ്പോൾ പ്രേക്ഷകർ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. വീണ്ടും തിയേറ്ററിലെത്തിയപ്പോൾ അത്ഭുതപൂർവമായ സ്വീകാര്യതയാണ് മണിച്ചിത്രത്താഴിന് ലഭിച്ചിരിക്കുന്നത്. കേരളത്തിൽ നിന്നും മാത്രമായി മണിച്ചിത്രത്താഴ് സിനിമ 50 ലക്ഷം രൂപ നേടിയിരിക്കുകയാണ് എന്നാണ് സിനിമ ട്രേഡ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ട്. മധു മൂട്ടത്തിന്റെ തിരക്കഥയിൽ സിനിമ സംവിധാനം ചെയ്തത് ഫാസിലായിരുന്നു. പ്രിയദർശൻ, സിബി മലയിൽ, സിദ്ദിഖ് ലാൽ തുടങ്ങിയവരും ഈ ചിത്രത്തിൽ സഹകരിച്ചിരുന്നു. ഇതാദ്യമായിട്ടാണ് ഒരു മലയാള സിനിമയ്ക്ക് പിന്നിൽ 4 പ്രമുഖ സംവിധായകർ അണിനിരക്കുന്നത്. ശോഭന അവതരിപ്പിച്ച നിർണായക നായികാ കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയാണ് മണിച്ചിത്രത്താഴ്. ഗംഗയായും നാഗവല്ലിയായും നടി ശോഭന ചിത്രത്തിൽ വിസ്മയിപ്പിച്ചപ്പോൾ മണിച്ചിത്രത്താഴ് എക്കാലത്തെയും ഹിറ്റ് ചിത്രമായി മാറി. ഡോക്ടർ സണ്ണി ജോസഫായിട്ടാണ് മോഹൻലാൽ ചിത്രത്തിൽ വേഷമിട്ടത്. നകുലനായി സുരേഷ് ഗോപിയും, ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടായി തിലകനും, ഉണ്ണിത്താനായി ഇന്നസെന്റും, ദാസപ്പൻകുട്ടിയായി ഗണേഷ് കുമാറും, തമ്പിയായി നെടുമുടി വേണുവും, ശ്രീദേവിയായി വിനയപ്രസാദും, ഫാസുരയായി KPSC ലളിതയും, ചന്തുവായി സുധീഷും, കാട്ടൂപ്പറമ്പനായി കുതിരവട്ടം പപ്പുവും, അല്ലിയായി രുദ്രയും വേഷമിട്ടു. മോഹൻലാലിന്റെ വേറിട്ട വേഷപ്പകർച്ചയിലുണ്ടായ മണിച്ചിത്രത്താഴ് സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചത് വേണുവാണ്. MG രാധാകൃഷ്ണൻ സംഗീത സംവിധാനം നിർവഹിച്ചപ്പോൾ മണിച്ചിത്രത്താഴിന്റെ പശ്ചാത്തല സംഗീതം ജോൺസൺ മാഷാണ് നിർവഹിച്ചിരിക്കുന്നത്. ബിജു തിരുമലയാണ് ചിത്രത്തിന്റെ ഗാനങ്ങൾ എഴുതിയിരിക്കുന്നത്. 93-ൽ ജനപ്രിയ ചിത്രത്തിനുള്ള ദേശീയ, സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയ ചിത്രം ഇന്നും ഹൗസ്ഫുള്ളാണ്. റിലീസിംഗ് കേന്ദ്രങ്ങളിലെല്ലാം മികച്ച ബുക്കിംഗാണ് ചിത്രത്തിന് ഉള്ളത്. 3 പതിറ്റാണ്ടിന് ശേഷം അടിമുടി മാറിയ നൂതനമായ തിയേറ്ററുകളിലേക്കാണ് ചിത്രം എത്തിയത്. പുതുതലമുറ പ്രേക്ഷകർ മാത്രമല്ല, ഓർമ്മ മാത്രമായ ചിത്രത്തിന്റെ തിയേറ്റർ അനുഭവം പുതുക്കിയെടുക്കാനും നിരവധി പേരാണ് എത്തുന്നത്. ഫാസിൽ സംവിധാനം ചെയ്ത ചിത്രം പിൻകാലത്ത് ആത്മമിത്ര എന്ന പേരിൽ കന്നഡയിലും, ചന്ദ്രമുഖി എന്ന പേരിൽ തമിഴിലും, ഫുൽ ഫുലയ്യ എന്ന പേരിൽ ഹിന്ദിയിലും റീമേക്ക് ചെയ്തിരുന്നു. റിലീസ് ചെയ്ത് വീണ്ടും തിയേറ്ററിലെത്തിയ മണിച്ചിത്രത്താഴ് എന്ന ചിത്രത്തെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.